അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം അതിനിർണായകമായ ദിവസമാണ്. ഇന്ന് തീർച്ചയായും വോട്ട് ചെയ്യാൻ പോകുന്നവർ, പ്രത്യേകിച്ച് ഇന്ന് വോട്ട് ചെയ്യാൻ എല്ലാവരും നിർബന്ധമായി പോകണം. കാരണം കുല്ലുക്കും റായി വ കുല്ലുക്കും മസ്ഊലൻ റഅയ്യത്തി നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. നാം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ നഖത്തിൽ പുരണ്ട ആ മഷി കൊണ്ട് നമ്മുടെ വുളൂഹ് സഹിയാകുമോ എന്ന് പലർക്കും സംശയമുണ്ട്. തീർച്ചയായും വുളൂഹ് സഹിയാകണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പാലിച്ചാലേ വുളൂഹ് സഹിയാവുകയുള്ളൂ. വെള്ളത്തെ തടയുന്ന ഒന്നും നമ്മുടെ അംഗങ്ങളിൽ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ നഖത്തിൽ പുരട്ടുന്ന ഈ മഷി തീർച്ചയായും അത് തേച്ചെടുക്കാനും അത് കളയാൻ അത് വലിയ പ്രയാസം ഉണ്ടാകും. കാരണം അത് കൈകൾ കൊണ്ടോ പെട്ടെന്ന് അത് പോകുന്നതല്ല. അപ്പോൾ നമുക്ക് ജനാബത്ത് കൂലിയും അതുപോലെ വുളു ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂല, ഇതിനെന്താ പരിഹാരം എന്ന് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായും അതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ വുളു സ്വഹിയാകുമെന്നുള്ളതാണ്. കാരണം അത് ചുരണ്ടി കളയുമ്പോൾ അത് ചുരണ്ടി വരുന്നതല്ല, പ്രത്യേകിച്ച് അത് കഴുകുമ്പോൾ അത് പെട്ടെന്ന് പോകുന്നതുമല്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള മഷി കൊണ്ട് വുളുവിന് ഒരു പ്രശ്നവുമില്ല. വുളുവും കുളിയൊക്കെ സ്വഹിയാകുന്നതാണ്. അതുകൊണ്ട് അത് പിന്നെ വെള്ളത്തെ തടയുന്ന അംശം അതിലില്ല. അതൊരു ആസിഡ് പോലത്തെ ഒരു വസ്തുവായതുകൊണ്ട് തീർച്ചയായും വുളുവിന് ഒരു ഭംഗം വരികയില്ല. അതുകൊണ്ട് അതിങ്ങനെ കളയാൻ വേണ്ടി പല നിലക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട്. തീർച്ചയായും വുളുവിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം ചെയ്യണം അതിനെ മായ്ച്ചു കളയാൻ. പിന്നെ നമുക്ക് സാധിക്കുന്നത്ര രീതിയിലാണ് നാം തഖ്വ ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നല്ല കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കാനും അള്ളാഹു നല്ലൊരു ഭരണം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.